ഞാൻ ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങൾക്കിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിതിപ്പോൾ ഒരു ബീൻസ് കുറച്ച് പുതിയ കൃഷി നടാലോ. ആദ്യത്തെ ബീൻസിൻ്റെ എല്ലാം ആയി, ഇനി അത് ആയിപ്പോയി. ഇനി ഇത് ഒന്ന് നട്ടു നോക്കാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ നടാൻ പോകുന്നത്. ഇതില്ല, ഈ ബാഗിൻ്റെ അകത്ത് ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വാഴക്കുറുക്കലയിലാണ് നടുന്നത്. വാഴക്കുറുക്കലയിലാണ് ബീൻസ് നടുന്നത് കേട്ടോ. ഇത് വാഴക്കുറുക്കലെടുത്ത് നമ്മളിങ്ങനെ തിരച്ച് ഇങ്ങനെ അടിയിൽ വെച്ചിട്ടാകുമ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഇത് നിറക്കുക. അതിന് ശേഷം ഇതെന്ന് വേണ്ട വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് അമർക്കുക, ഇതുപോലെ എടുക്കുക. ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ആക്കിയിട്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ കുറച്ച് പൊന്നാങ്കണ്ണീൻ്റെ ഇതും കൂടി ഞാൻ ബാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പൊന്നാങ്കണ്ണിയാണ്. ഇതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീര, ഈ പൊന്നാങ്കണ്ണി ചീരയും കൂടി ഇതിലിടുന്നുണ്ട്. ഇത് നല്ലൊരു വളമാണ്. നമുക്ക് നല്ല അരച്ച് കലക്കി ഒഴിച്ച് കൊടുത്താലും നല്ലൊരു വളമാണ് ഇത് പൊന്നാങ്കണ്ണി. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിറക്കട്ടെ. ഇതും കൂടി നിറച്ചിട്ട് ഇത് കുത്തി നിറക്കണം. ബാഗിലായതുകൊണ്ട് നിറക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാം. പിന്നെ അരിഞ്ഞ് തറച്ചിടാനൊന്നും നേരവും ഇല്ല. പിന്നെ എല്ലാം ചെറുങ്ങനെ അരിഞ്ഞ് തറച്ചിട്ട് അങ്ങ് വേഗം വാരി നിറക്കാൻ പറ്റും. അതിനല്ലേ സമയം വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇടുന്നു. ഇതേപോലെ നിറച്ചിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ പിന്നെ സീമക്കൊന്നേൻ്റെ ചപ്പായത്. ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വേണം സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അമർക്കുക. സീമക്കൊന്നേൻ്റെ ചപ്പ് എപ്പോൾ എല്ലാറ്റിനും സീമക്കൊന്നേൻ്റെ ചപ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീമക്കൊന്നേൻ്റെ ചപ്പ് ആദ്യം നമ്മൾ ശേഖരിച്ച് വെക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബാഗിൽ കൃഷി ചെയ്യുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഈ പോട്ടി മിശ്രിതം വാരി ഇടുന്നുണ്ടേ. ഇത് പോട്ടി മിശ്രിതമാണ്. ഇത് ഞാൻ ഇതിലെന്തെല്ലാം ആട്ടുംവളവും ഇതുമെല്ലാം കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ആദ്യം ഇട്ടത് കൂടാണ്ട് കുറച്ച് ആട്ടുംവളവും എല്ലുപൊടിയും എല്ലാം കൂടി ഇതിലിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ആട്ടുംവളവും എല്ലുപൊടിയും എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് അത് ആദ്യം ആക്കിയത് കൂടാണ്ട് കുറച്ച് ഇപ്പം നടുമ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിലിടാൻ വേണ്ടിയിട്ട് ഇത് നട്ടെ. ഇതുപോലെ ഇത് വാരി നിറക്കുക. അതിന് ശേഷം എല്ലാ കാര്യവും നമ്മൾ തന്നെ എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൃഷി കണ്ടതിന് ശേഷം ആരെല്ലോ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളെ കൃഷി കാണുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എനിക്കതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാ മക്കളും കൃഷിയിലേക്ക് ഇറങ്ങി വരിക. എല്ലാവരും നമ്മളെ വീട്ടിൽ വെച്ച് എല്ലാവരും കൃഷി നമ്മൾ ഇപ്പം പ്രായമുള്ളവരെല്ലാം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൃഷി ചെയ്യാൻ ആളുണ്ടാവില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ പിന്നെ ഇത് കഴിയാണ്ടായാൽ പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് ചെറിയ ചെറിയ ആൾക്കാരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൃഷി നമുക്ക് നല്ലൊരു ആഹാരം, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ല വിശ്വസിച്ച് നല്ല ജൈവ കൃഷിയായിട്ട് ചെയ്താൽ നമുക്കിഷ്ടം പോലെ നല്ല നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ. രുചിയുമാണ്, ആരോഗ്യമാണ്, ഹെൽത്തിയാണ്. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എല്ലാ സാധനവും ഞാൻ നടുമ്പോൾ മുതൽ അതിന് വളം കൊടുക്കുന്നത് മുതൽ അതിന് മരുന്നടിക്കുന്നതായാലും എന്തെന്നായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഞാൻ എല്ലാവർക്കും ചെയ്യുന്ന ഒരു ഉപകാരം, മറ്റൊന്നല്ല. ഇതിപ്പോൾ ഞാനിപ്പം ഇത് ഒരു പാക്കറ്റ് കുരുവാണ്. ഇതിപ്പോൾ ഇത് ഞാൻ നട്ടേ. ഇപ്പോൾ ഒരു 3 കുരുവാണ് ഞാൻ നടുന്നത്. ഇതിൻ്റെ അകത്ത് 3 കുരുവാണ് ഒരു ബാഗിൽ നടുന്നു. ഉണ്ടല്ലേ, 3 നട്ടു. ഇനിയിപ്പോൾ ഒന്നും കൂടി നടാം. ഉണ്ടല്ലോ, ഇതേപോലെ ഒന്നും കൂടി നട്ട്.
വാഴക്കൂർക്കൽ ഇഷ്ടം പോലെ ഇവിടെ ഇല്ലതുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ഇനിയിപ്പം കരിയിലാണ്. കരിയിലിപ്പം താഴോട്ട് പോയിട്ട് അടിച്ചുവാരി കൊണ്ടുവരണം. കരിയിലിട്ടാലും വേണം. കരിയില ഇടണം ഇതിൻ്റെ കൂട്ടത്തിൽ, എന്നാൽ മാത്രമേ ഗുണം കൂടുതലുണ്ടാവില്ല. കരിയില നല്ല വെള്ളപ്പറ്റുണ്ടാവില്ല. ഈ ഉണങ്ങിയ ഇത് ഇട്ടുകൊണ്ടെന്ന് വെച്ചാൽ അടിയിൽ വെള്ളം നിൽക്കില്ല. നമുക്കതാണ് ഈ ഉണങ്ങിയത് അടിയിൽ വെക്കണം. പച്ച ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളത് ഇതിനകത്ത് വെള്ളവും കൂടി ഒഴിക്കുമ്പം അത് ചീഞ്ഞിട്ട് വെള്ളപ്പറ്റാവും. ആ സമയത്ത് നമുക്ക് കൃഷിക്ക് പിന്നെ അതിൻ്റെ ഈ വെള്ളം താഴോട്ട് ഒഴുകി പോവില്ല. ആ ചീഞ്ഞിട്ട് അതിൻ്റെ ആ ധാരാടെ അടഞ്ഞു പോകും. അതുകൊണ്ടാണ് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിയിൽ ഈ ഉണങ്ങിയ ചപ്പും ഇടുന്നത്. എല്ലാം ഈ ഉണങ്ങിയത് ഇട്ടാലെന്ന് വെച്ചാൽ ഇയാൾ അടിയിൽ കുടിക്കും. പിന്നെ ഇതങ്ങ് ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് കാലത്തേക്കൊന്നും ഇതിപ്പം ഈ വാഴയില കുറേ കാലത്തേക്ക് ഇത് ഒഴിഞ്ഞു പോലെ ഒരു വിളക്കൊന്നും ഇത് അമിഞ്ഞ് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉണങ്ങിയ വാഴയില എടുക്കുന്നത്. നമ്മൾ കരിയില പോലെയല്ല, കരിയില വേഗം അടിയും. ഇതങ്ങനെ വേഗം അടിഞ്ഞിട്ട് പോവില്ല. അപ്പോൾ അത് താഴെ തന്നെ അവിടെ നിൽക്കും. നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നാളൊന്ന് നട്ടിട്ട് അത് ഒറ്റ അടിയിൽ നോക്കുമ്പോൾ ഞാൻ വെച്ച പോലെ ഉണ്ട്. വലിയൊരു മാറ്റമില്ല, ചെറിയൊരു മാറ്റമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതന്നെ ഇടുന്നു. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഈ ഇതും കൂടി ഇടുക. ഈ പൊന്നാങ്കണ്ണീൻ്റെത്, പൊന്നാങ്കണ്ണി പുല്ലും എല്ലാം കൂടി ഉള്ളതാണ്, ഒറ്റക്കല്ല. അതെല്ലാം കൂടി വായിക്കിയതാണ് കാട്. അതും കൂടി ഇട്ടു. ഉണങ്ങിയിട്ടില്ല, വൈക്കവാട എടുത്തിന്, അതുകൊണ്ട് ഉണങ്ങിയതല്ല, പച്ചയാണ്. അതുകൊണ്ട് ഇത് വേഗം താണു പോകും ഈ പച്ച. ഉണ്ടല്ലേ, ഇതുപോലെ നിറച്ച് കൊടുക്കുക. നിറച്ചിട്ട് നമ്മൾ ഇതേപോലെ എല്ലാ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ ആരും പേടിക്കണ്ട. നമുക്ക് എല്ലാ സാധനവും വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എനിക്കിപ്പോൾ ഒന്നും ഞാൻ വാങ്ങില്ല. എല്ലാ കാര്യവും ഇപ്പോൾ ആദ്യത്തെ വിള കഴിഞ്ഞ് രണ്ടാമത്തെ അപ്പുറം ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ വിള കഴിഞ്ഞില്ല, കഴിയുന്നതിലൂടെ തന്നെ അപ്പുറത്ത് ആയിത്തടിഞ്ഞു. ഇനിയിപ്പം രണ്ടാമത്തെ വിള നട്ട് തുടങ്ങി. ഇത് കൂടി ആയ മഴ പെയ്യുമ്പോഴേക്ക് ആദ്യം നടാനാവും. ഇത് ഒരു വിധമാകുമ്പോഴേക്ക് നമുക്ക് ആദ്യം നട്ട് വെച്ചാൽ മഴക്കാലമാകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ കൃഷി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതും വാരിയിട്ടെ. മറ്റിപ്പോൾ ഇതിപ്പോൾ ആണെങ്കിൽ നമ്മളിപ്പം 2 വേഗം നറക്കാൻ എത്തൂല. ഇതിപ്പോൾ ഒരു വേഗം തന്നെ നറക്കാനേ ഉണ്ടാവില്ല. ഇപ്പം 3-4 വേഗം നറക്കാം ഈ പ്രോട്ടീൻ മിശ്രിതം മറ്റേ ഇത് ഇട്ടുകൊണ്ട്. ഞാൻ പിന്നെ മണ്ണിലാണ് കൃഷിയാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം മണ്ണിലാണ് കൃഷിയാണ്. മണ്ണുള്ള കൃഷിയല്ല ചെയ്യുന്നത്. പച്ചക്കറി പ്രത്യേകിച്ചും മണ്ണില്ല കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാം നിലത്ത് നടുന്നുണ്ടെങ്കിൽ മാത്രമേ, ബാഗിൽ നടുന്നതെല്ലാം മണ്ണില്ല കൃഷിയായിട്ട്, ആക്കലി ബാഗിലെല്ലാം മണ്ണില്ലാത്ത കൃഷിയാണ്. അതിൽ ഏതെങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ മാറ്റി ചെയ്യണം എന്നാണ് വിചാരിക്കുന്നു. ഇതുവരെ ഒന്നും പരാജയം വന്നിട്ടില്ല. ഇനി പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കല. പക്ഷെ ഇതന്നെ നമ്മൾ നിലത്ത് നടുന്നതിനെക്കാട്ടും പണി കൂടുതൽ ഈ ബാഗിൽ നടുന്നതാണ്. അതെന്താ വെച്ചാൽ ബാഗിലാകുമ്പോൾ പണി ഇതെല്ലാം എല്ലാത്തിനും അന്ത്യോളം പണിയെടുക്കണം. മറ്റു നിലത്ത് നട്ടതാണെങ്കിൽ നമ്മളിപ്പം ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഒരു വളം കൊടുക്കുകയേ വേണ്ടു. നമ്മൾ ഇതുപോലെ വേണ്ട. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ ഇത് രണ്ടാമതും കൊടുക്കേണ്ടി വരും. അതാണ് 3 കുരുവാണ് ഞാൻ നട്ടിട്ടില്ല. ഇതിപ്പം നട്ട് നിങ്ങൾ കണ്ടല്ലോ, ഇതാ 3 കുരു നട്ടു. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ നിങ്ങളും നടുക. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഇതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പം വേറെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതിനുശേഷം എല്ലാവരും പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.